നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ UDF നേടിയ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചുകൊണ്ട് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വിജയാരവം 2026 എന്ന് പേര് നൽകി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. മികച്ച വിജയം നേടിയ മണ്ഡലങ്ങളെയും ബൂത്തുകളെയും മെമന്റോകൾ നൽകി ആദരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ UDF നേടിയ ശ്രദ്ധേയമായ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ആദരിച്ച് സംഘടിപ്പിച്ച വിജയാരവം 2026 സ്നേഹസംഗമം കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തെ ദുരിതങ്ങളും യാതനകളും പ്രയാസങ്ങളുമൊക്കെ കോതമംഗലത്തെ UDFന്റെ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. ആ യാതനകൾ അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. 10 വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നുകൊണ്ട് നമ്മൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രാഷ്ട്രീയമായിട്ടുള്ള പീഡനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങൾ, അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകന്റെയും ആത്മാർത്ഥമായ പരിശ്രമവും കൂട്ടായ പ്രവർത്തനവുമാണ് UDFന്റെ മുന്നേറ്റത്തിന് കരുത്തായതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാവർക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു. UDF ചെയർമാൻ ഷമീർ പനകാൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഗംഭീര വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ച നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് MLA ഷിബു തെക്കുംപുറം സംസാരിച്ചു. മികച്ച വിജയം നേടിയ മണ്ഡലങ്ങളെയും ബൂത്തുകളെയും മെമന്റോ നൽകി ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഹാജി, KP ബാബു, AG ജോർജ്, ബോബൻ ജേക്കബ്, MS എൽദോസ്, ബാബു ഏലിയാസ്, EM മൈക്കിൾ, ഇബ്രാഹിം കവലയിൽ, അബു മൊയ്തീൻ, AT പൗലോസ്, PK മൊയ്തു, PM സക്കറിയ, ഭാനുമതി രാജു, ജെസി സാജു, PAM ബഷീർ, ജോമി തെക്കേക്കര, സൗമ്യ ശശി, മാത്യു ജോസഫ്, AC രാജശേഖരൻ, PC ജോർജ് എന്നിവരടക്കം UDFന്റെ പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ സാന്നിധ്യം സ്നേഹസംഗമത്തെ ആവേശഭരിതമാക്കി. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരോടുള്ള നന്ദിയും അംഗീകാരവും രേഖപ്പെടുത്തിയ പരിപാടി ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.